ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് സേമിയ പായസമാണ്. നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1.25 കപ്പ് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഉള്ള അളവ് 1.25 കപ്പാണ്. ഇപ്പം ഞാനിത് അവിടെ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരുപാട് പൊടിയായിട്ട് ഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ കിടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഇത് ക്യാരറ്റിൻ്റെ അളവ് പറയുകയാണെങ്കിൽ 2 മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റ് ഉണ്ടാവും കേട്ടോ ഇത്. പിന്നെ ഞാനിവിടെ 1/2 കപ്പ് വറുത്ത സേമിയ എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം കനം കുറഞ്ഞിട്ടുള്ള വെറൈറ്റിയിലുള്ള സേമിയാണ്. നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ആദ്യം തന്നെ ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 7 കാഷ്നട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ടുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് കളർ മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതാ കാഷ്നട്ടൊക്കെ ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇനി മുന്തിരി നന്നായിട്ടൊന്ന് വീർത്ത് വരുന്ന സമയം കൊണ്ട് തന്നെ കാഷ്നട്ടും അത്യാവശ്യം നന്നായിട്ട് കളർ മാറി കിട്ടും നമുക്ക്. ഇപ്പോൾ ഇതാ മുന്തിരി നന്നായിട്ട് വീർത്ത് വന്ന് കാഷ്നട്ടിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിത് നെയ്യിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഞാനിവിടെ അതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ഞാനിതവിടെ ക്യാരറ്റ് വഴറ്റി കൊടുക്കുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ ക്യാരറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ക്യാരറ്റിന്റെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറി വന്നിട്ട് ക്യാരറ്റ് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടട്ടെ. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ അതേ കടായിലേക്ക് തന്നെ 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സേമിയ ചേർത്ത് കൊടുക്കാം. റോസ്റ്റഡ് സേമിയ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പായസം ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണ്ടത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് നേരം കനക്കാതെ അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള സേമിയ ഓൾറെഡി റോസ്റ്റഡ് സേമിയാണ്. അത്യാവശ്യം അതിന് കളർ ഉണ്ട്. അപ്പോൾ ഇത് ഒരുപാട് വഴറ്റി കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു 2-3 മിനിറ്റ് ഒക്കെ റോസ്റ്റ് ആയിട്ട് കിട്ടിയാൽ മതി നമുക്ക്. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. കളർ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ലിറ്റർ ഫുൾ ഫാറ്റ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതുപോലെ പായസമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ നല്ല കട്ടിയുള്ള ഫുൾ ഫാറ്റ് പാൽ തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. പാലിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വെള്ളം ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ ഫുള്ള് പാല് മാത്രം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് 2-3 മിനിറ്റ് ഇളക്കി കൊടുക്കാം. സേമിയ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 2 മിനിറ്റ് ആദ്യത്തെ 2 മിനിറ്റ് നന്നായിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മൾ 2 മിനിറ്റ് ഒക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി പാൽ നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരട്ടെ. ഈ ഒരു സമയത്തും തീ മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഒരുപാട് തീയൊക്കെ കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അടി കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. പാല് പെട്ടെന്ന് അടിയിൽ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തീ നന്നായിട്ട് കുറച്ചതിന് ശേഷം നമ്മുടെ സേമിയയും കൂടെ വെന്ത് കിട്ടണമല്ലോ, അതും കൂടെ ഒന്ന് വേവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ഇപ്പോൾ ഇതാ നമ്മുടെ സേമിയൊക്കെ നമുക്ക് ഒരു 85% നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് വേണം നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് മുഴുവനായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പഞ്ചസാര സ്കിപ്പ് ചെയ്തിട്ട് മുഴുവനായിട്ട് കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പം ഞാനിവിടെ 2 ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് പഞ്ചസാരയും ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും. അതുപോലെ തന്നെ മധുരമൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇളക്കി കൊടുക്കുന്നത്. പഞ്ചസാരയും അതുപോലെ കണ്ടൻസ്ഡ് മിൽക്കും ഒക്കെ പാലിൽ നന്നായിട്ടൊന്ന് ചേർന്നിട്ട് ഒന്ന് കുറുകി വരട്ടെ. ഇപ്പം നമ്മുടെ പായസമൊക്കെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പാലിൻ്റെ കൂടെ തന്നെ സേമിയയും മുകളിൽ വന്നിട്ട് നിൽക്കുന്നുണ്ട്. സേമിയം താഴ്ന്നിട്ട് പോയിട്ടൊന്നുമില്ല. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ക്യാരറ്റ് ചേർത്ത് കൊടുത്തപ്പോൾ തന്നെ പായസത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ചെറിയ നല്ല ഭംഗിയുള്ളൊരു യെല്ലോ കളർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ 1/2 ടീസ്പൂണിലും കുറച്ചും കൂടെ കുറവ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കൊടുക്കാം. ഇനി അവസാനമായിട്ട് നമുക്ക് നേരത്തെ നെയ്യിൽ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള കാഷ്നട്ടും അതുപോലെ തന്നെ മുന്തിരിയും ചേർത്ത് കൊടുക്കാം. നമുക്കിവിടെ സേമിയൊക്കെ നന്നായിട്ട് വെന്ത് പായസം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്.
ഇപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടും ഇതുപോലെ സേമിയ മേലെ തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ പായസം ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലാതെ സേമിയം താഴെ പോയിട്ടും അതുപോലെ പാല് മേളിൽ നിൽക്കുമ്പോൾ അത് ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി അല്ല പായസത്തിൻ്റെ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് നല്ല കുറുകിയ പാകത്തോടെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തണുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ കുറുകിയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം പോലെയുള്ള പായസം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂട്ടാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു കളറിലുള്ള ക്യാരറ്റ് സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നമുക്ക് അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.